ഇതൊരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം റെവല്യൂഷണറി സ്റ്റെപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. KSFDC ആണ് ഇതിന്റെ നോഡൽ ഏജൻസി. KSFDCയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന നിലയിൽ ഈ കോൺക്ലേവിന്റെ ആദ്യ അവസാനം വരെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയിലെ ഒരു ക്രോസ് സെക്ഷൻ, എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയത്. എല്ലാവരെയും കേൾക്കാനുള്ള സൗമനസ്യം കാണിക്കുക മാത്രമല്ല, വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസത്തിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അത് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുകയും ആ നിയമം 1-2 മാസത്തിനുള്ളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺക്ലേവിൽ ഒരുപാട് വിഷയങ്ങൾ വന്നു. സിനിമയുടെ മാത്രമല്ല, സിനിമയുടെ അനുബന്ധ വിഷയങ്ങളും വന്നു. അതുപോലെ തന്നെ TV രംഗത്തെ അതും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഒരുപാട് ഡെലിഗേറ്റ്സ് ഉൾപ്പെടെ TV താരങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരും സംവിധായകരും ഉൾപ്പെടെയുള്ളവർ അവരുടെ വിഷമങ്ങളും അവിടെ നടക്കുന്ന വിഷയങ്ങളും എല്ലാം തന്നെ ഈ കോൺക്ലേവിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും അതിനെ വളരെ അനുഭാവപൂർവ്വം തന്നെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ വിവാദങ്ങൾ എല്ലാ അർത്ഥത്തിലും വരുന്നതാണ്. നമ്മൾ വിവാദങ്ങളുടെ പിറകെ പോയാൽ അതിനെ നേരം കാണത്തുള്ളൂ. പക്ഷെ ഇത് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. അതിന് ഈ പങ്കാളിത്തം കൊണ്ട് അതിന് വലിയ വിജയമായി. പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും വിശ്വാസ്യതയിൽ എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു. അത് നമുക്കൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ കോൺക്ലേവ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആകുലതകളെക്കാളും കൂടുതൽ ആശ്വാസങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതിന് സർക്കാരിനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അഭിനന്ദിക്കാതിരിക്കാൻ വഴിയില്ല. ഇവിടെ ചലച്ചിത്ര അക്കാദമിയും KSFDCയും സംയുക്തമായി നടത്തിയ ഈ കോൺക്ലേവ് ഒരു വൻ വിജയമാക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യം നൽകിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളിൽ നിന്ന് പ്രതിനിധികൾ പാനലിസ്റ്റുകളായിട്ടും ചർച്ചകൾ 9ഓളം വേദികളിൽ ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് മന്ത്രി പറയുകയും ചെയ്തു. അപ്പോ നാളിതുവരെ ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതിനെ പറ്റി, അത് നല്ല നാളേക്ക് നല്ല സിനിമ, അതാണ് നമ്മുടെ മോട്ടീവ്. അത് തീർച്ചയായും അതനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പരിപാടിയായിരുന്നു കോൺക്ലേവ്. ഈ കോൺക്ലേവ് കൊണ്ട് എന്താണ് മലയാള സിനിമയ്ക്കുള്ള മെച്ചം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുള്ള എന്തെങ്കിലും വിഷയങ്ങൾ, അതായത് സിനിമയുടെ ഗുണനിലവാരത്തിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള വേദിയാക്കാനും കോൺക്ലേവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം ഇനിയുള്ളതെല്ലാം ലിഖിതമായ നിയമങ്ങളായിരിക്കും. അലിഖിത നിയമങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാവില്ല. ഇതൊരു തൊഴിലിടമാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ തൊഴിൽ ഉറപ്പ് നൽകാനും അന്തസ്സോടെ കലാകാരന്മാർക്ക് ഇവിടെ കഴിയാനുമുള്ള ഒരു അവസരത്തിൽ കോൺക്ലേവ് വഴി തുറന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഈ ലിഖിതമായ നിയമങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം മലയാള സിനിമയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? മലയാള സിനിമയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാന്ത്രിക പണിയൊന്നും ആരുടെ കയ്യിലുമില്ല. പക്ഷെ മലയാള സിനിമയിൽ എന്തെങ്കിലും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, അത് തിന്മയുടെ വശങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അറുതി പകർത്താൻ തീർച്ചയായിട്ടും ഈ